നമസ്കാരം. KMCN വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. ജൂൺ 2 രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുക്കും. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ. ആലപ്പുഴ ജില്ലയിലും കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ജാഗ്രത മതി, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. മഴക്കാല മുന്നൊരുക്കം. വിദ്യാലയങ്ങളുടെയും സ്കൂൾ ബസ്സുകളുടെയും ഫിറ്റ്നസ് മെയ് 28 മുമ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കക്കാഴ മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. വിശദമായ വാർത്തകൾ. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. ജൂൺ 2 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ ശ്രീമാൻ സജി ചെറിയാൻ, ശ്രീമാൻ പി പ്രസാദ്, ഈ 2 മന്ത്രിമാരും ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് അതിന്റെ വിപുലമായ ഒരു വിദ്യാഭ്യാസ സമുച്ചയം എന്നുള്ള നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഈ അധ്യയന വർഷത്തിലെ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 2 നടക്കുന്ന സ്കൂൾ പ്രവേശനോത്സവത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, സജി ചെറിയാൻ, പി പ്രസാദ്, MP-മാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, PP ചിത്തരഞ്ജൻ MLA തുടങ്ങിയ പ്രതിനിധികളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങും. 3000 പേർക്ക് സദ്യയും ഒരുക്കുന്നുണ്ട്. പ്രവേശനോത്സവത്തിനോട് അനുബന്ധിച്ച് നടന്ന സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകമ്മ വാസുദേവൻ, പഞ്ചായത്ത് അംഗങ്ങളായ KP ഉല്ലാസ്, ഉദയമ്മ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ES ശ്രീലത, SSK ജില്ലാ കോർഡിനേറ്റർ MS വിനോദ്, ഡയറ്റ് പ്രിൻസിപ്പൽ KJ ബിന്ദു, PTA പ്രസിഡന്റ് VV മോഹൻദാസ്, SSD ചെയർമാൻ P വിനീതൻ, സ്കൂൾ പ്രിൻസിപ്പൽ N മഞ്ജു, പ്രധാന അധ്യാപിക മേരി ആഗ്നസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് സ്ട്രീറ്റ് ആർട്ട്, വിഭവ സമാഹരണം, ഭവന സന്ദർശനം എന്നിവയും നടത്തും. വാർത്താസമ്മേളനത്തിൽ PP ചിത്തരഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ES ശ്രീലത, SSK ജില്ലാ കോർഡിനേറ്റർ MS വിനോദ്, ഡയറ്റ് പ്രിൻസിപ്പൽ KJ ബിന്ദു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ. ആലപ്പുഴയിലും കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ജാഗ്രത മതി, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നതായി കണക്കുകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ട്. മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏഷ്യൻ രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതമാക്കി. പുതിയ വകഭേദം ഇവർക്ക് പിടിവിട്ടിട്ടുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ ICMR അയച്ച് പരിശോധിക്കാനും തീരുമാനിച്ചു. വ്യാഴാഴ്ച നടന്ന മെഡിക്കൽ ഓഫീസർമാരുടെ യോഗത്തിൽ കോവിഡിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ DMO ഡോക്ടർ ജെമിന വർഗീസ് നിർദ്ദേശം നൽകി. മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം എന്നിവ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളുടെയും സ്കൂൾ ബസ്സുകളുടെയും ഫിറ്റ്നസ് മെയ് 28 മുമ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് വ്യക്തമാക്കി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിദ്യാലയങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് എന്നിവ മെയ് 28 മുമ്പ് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിദ്യാലയങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുക, വെള്ളക്കെട്ട് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കണം. ജില്ലയിലെ 394 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാനും തഹസിൽദാർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലയിലെ MCF, മിനി MCFകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ ഈ മാസം 31 മുമ്പായി
ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഇവ കൈമാറാൻ അടിയന്തര നടപടികൾ LSDD സ്വീകരിക്കണം. ഓരുമുട്ടുകൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിന് മൈനർ ഇറിഗേഷൻ വിഭാഗത്തോടും തോട്ടപ്പള്ളി പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്ത നീരൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ മേജർ ഇറിഗേഷൻ വകുപ്പിനോടും നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള PWD റോഡുകളുടെ വശങ്ങളിലുള്ള കനാലുകൾ അടിയന്തരമായി വൃത്തിയാക്കാനും നിർദ്ദേശം നൽകി. യോഗത്തിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥർ, ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും പങ്കെടുത്തു. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കക്കാഴ മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തീരദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഫേസ് 2-ൽ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് ആരംഭിച്ചു. 1.5 വർഷം മുമ്പ് തന്നെ ഗവൺമെന്റ് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചിരുന്നതാണ്. 60 കോടിയാണ് ഇതിൻ്റെ ആകെ ചെലവ് വരുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ഏറെ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. കല്ലിൻ്റെ ലഭ്യത കുറവ്, അതിൻ്റെ വിലയിലുണ്ടായ വർധനവ്, പിന്നെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ അതിന് ഭാഗമായിട്ട് വന്നു. ചെന്നൈ IIT-യുടെ 2ാമത്തെ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും അത് റീഡിസൈൻ ചെയ്ത് 19 പുലിമുട്ടുകളാണ് ഇപ്പോൾ 2ാം ഘട്ടമായി നിർമ്മിക്കുന്നത്. ഫേസ് 1-ൽ നിശ്ചയിച്ച് തീരുമാനിച്ച് നിർമ്മിച്ച പുന്നപ്ര ഭാഗത്തെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന 19 പുലിമുട്ടാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായി കല്ലിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ ഞാൻ തന്നെ മന്ത്രിമാർക്ക് കത്ത് കൊടുക്കുകയും കിഫ്ബിയിൽ മീറ്റിംഗ് ചേരുകയും ഇറിഗേഷൻ, റവന്യൂ, ആരോഗ്യവകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 3 വകുപ്പിൻ്റെയും സംയുക്തമായ യോഗം ചേർന്ന് കോന്നി മെഡിക്കൽ കോളേജിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കല്ല് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ നിശ്ചയിക്കുകയും അത് ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ ഉത്തരവിനെ തുടർന്നുള്ള മറ്റ് സാങ്കേതികമായ നടപടികളെല്ലാം തന്നെ മിനിഞ്ഞാന്ന് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുലിമുട്ട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആദ്യ പടിയായ കല്ല് ഇപ്പോൾ എത്തി തുടങ്ങി ഇന്നിപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഒരേ സമയം 3-4 പുലിമുട്ടുകളുടെ കല്ലുകൾ അതിൻ്റെ ബേസ് മെയിൻ്റ് പാകാൻ പറ്റുന്ന പോലെയുള്ള ഒരു പ്ലാനാണ് അതിൻ്റെ നിർമ്മാണം. 70 കോടി രൂപ ചെലവിൽ കോമാനം മുതൽ കക്കാഴം വരെയുള്ള ഭാഗത്ത് 30 പുലിമുട്ടുകളും 40 മീറ്റർ സീവാളും 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ടത്തിൽ 1.8 കിലോമീറ്റർ നീളത്തിൽ വളഞ്ഞ വഴി മുതൽ പുന്നപ്ര വരെയുള്ള ഭാഗത്ത് 19 പുലിമുട്ടുകളാണ് പൂർത്തിയാക്കുക. 1.5 വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചെങ്കിലും പാറയുടെ ലഭ്യതക്കുറവും വിലയിൽ വന്ന വ്യത്യാസവും കൂടാതെ സാങ്കേതികമായ നിരവധി പ്രശ്നങ്ങളും പുലിമുട്ടുകളുടെ നിർമ്മാണത്തിന് തടസ്സമായി. സലാം MLA-യുടെ നേതൃത്വത്തിൽ കിഫ്ബി യോഗം ചേരുകയും കോന്നി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന പാറക്കല്ലുകൾ എടുക്കുന്നതിന് സർക്കാരിലേക്ക് ശുപാർശ നൽകുകയും ചെയ്തു. ഇറിഗേഷൻ, റവന്യൂ, ആരോഗ്യ വകുപ്പുകൾ സംയുക്ത യോഗം ചേർന്ന് നിർദ്ദേശം അംഗീകരിക്കുകയും സർക്കാർ ഉത്തരവാക്കുകയും ചെയ്തു. കല്ലെത്തിക്കുന്നതിനുള്ള സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയായതിനെ തുടർന്നാണ് പാറക്കല്ലുകൾ എത്തിയത്. ഫേസ് 2-ലെ ആദ്യ പുലിമുട്ടിന്റെ നിർമ്മാണം സലാം MLA ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, ഏരിയ സെക്രട്ടറി സുദർശനൻ, CPIM നീർക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. ഹാരിസ്, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ഹരൻ ബാബു, പ്രൊജക്ട് കോർഡിനേറ്റർ P. മഹാദേവൻ, പ്രൊജക്ട് എഞ്ചിനീയർമാരായ ഫസീല, ഗോപിക എന്നിവർ പങ്കെടുത്തു. തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ ആധുനിക കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദലീമ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജില്ലാ പഞ്ചായത്തും MLA-യും ഒക്കെ പരിശ്രമിച്ചിട്ട് ആ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2 കോടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദലീമ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാൾ നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ പ്രതാപൻ, VK സാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ U. അനീഷ്, ലതാ ശശിധരൻ, LSDD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E. ജിനേഷ്, HMC അംഗങ്ങളായ PD രമേശൻ, ജോമോൻ കോട്ടുപള്ളി, ബെന്നി വേലിശ്ശേരി, P. സലിംകുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോയ്, ഹെൽത്ത് സൂപ്രണ്ട് രാജി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25 മുതൽ 27 വരെ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 304 വനിതകൾ ഉൾപ്പെടെ 948 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ രൂപീകൃതമായതിനു ശേഷം ഏറ്റവും അവസാനം ആലപ്പുഴയിൽ വെച്ച് സമ്മേളനം നടന്നത് 2005-ലാണ്. മൊത്തത്തിൽ 62 വർഷം പിന്നിട്ട സംഘടനയുടെ സമ്മേളനങ്ങളിൽ 5 സമ്മേളനമാണ് ഇതുവരെ ആലപ്പുഴയ്ക്ക് ആതിഥേയത്വം വഹിക്കുവാൻ അവസരിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ ഏതാണ്ട് മൊത്തത്തിൽ 304 വനിതകൾ ഉൾപ്പെടെ 948 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. 25-ാം തീയതി രാവിലെ സംഘടനയുടെ കൗൺസിലും അതിനുശേഷമാണ് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. തുടർന്ന് ഓരോ ദിവസക്കാലവും വ്യത്യസ്തങ്ങളായ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും സമ്മേളനങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കാലവർഷത്തിന്റെ വരവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രകടനം പൊതുസമ്മേളനമില്ല, മറിച്ച് ബിസിനസ് സമ്മേളനങ്ങളും സെമിനാറുകളുമാണ് നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ശനിയാഴ്ച ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സെമിനാർ നടക്കും. വൈകിട്ട് 4-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. 25-ന് വൈകിട്ട് 3:30-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 26-ന് രാവിലെ 11-ന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം CITU സംസ്ഥാന പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3-ന് നവകേരള നിർമ്മാണത്തിൽ സിവിൽ സർവീസിനുള്ള പങ്ക് എന്ന വിഷയത്തിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TN തോമസ് ഐസക് പ്രഭാഷണം നടത്തും. 4:30-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ സുനിൽ P ഇളയടം, AM ഷിനാസ് എന്നിവർ പങ്കെടുക്കും. 27 രാവിലെ 8:45-ന് ധനകാര്യ ഫെഡറലിസവും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ ധനമന്ത്രി KN ബാലഗോപാലൻ പ്രഭാഷണം നടത്തും. 2:30-ന് നടക്കുന്ന വനിതാ സെമിനാർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് U വാസുകി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, പ്രസിഡന്റ് MV ശശിധരൻ, B സന്തോഷ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്ററിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. H സലാം MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ, ഡ്രൈവർ കം അറ്റൻഡർ എന്നിവരുടെ സേവനമുണ്ടാകും. 1962 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയാണ് വീട്ടുപടിക്കൽ സേവനമെത്തുക. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പുലർച്ചെ 5 വരെയാണ് പ്രവർത്തന സമയം. അമ്പലപ്പുഴ കൂടാതെ വെളിയനാട്, ചമ്പക്കുളം ബ്ലോക്കുകളും ഇതിന്റെ പ്രവർത്തന പരിധിയിൽ വരും. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ഹാരിസ്, ശോഭ ബാലൻ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഹേമ നായർ, മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നീർക്കുന്നം കിഴക്ക് ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ നേതൃത്വത്തിൽ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കുകയും ചെയ്തു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 8 വിദ്യാർത്ഥികൾക്ക് അനുമോദനവും 72ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. D മുരളീധരൻ സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ മതിച്ചിരുന്നത്, ബഹുമാനിച്ചിരുന്നത്, ആരാധിച്ചിരുന്നത് എപ്പോഴും വായനയാണ്, അല്ലെങ്കിൽ അറിവിനെയാണ് ഏറ്റവും വലുതായിട്ട് അദ്ദേഹം
ഈശ്വരനേക്കാൾ വലുത് അല്ലെങ്കിൽ ഈശ്വരനേക്കാൾ വലുതായി ഗുരുദേവൻ എപ്പോഴും കണ്ടിരുന്നത് തീർച്ചയായിട്ടും അറിയുകയാണ്. അപ്പൊ ആ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നാലും അത് ഗുരുദേവനോട് ശരിക്കുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അതാണ് ഈ പരിപാടിയിൽ വന്നു നിൽക്കുമ്പോൾ എനിക്ക് അത്രയും സന്തോഷം തോന്നാൻ കാരണം അങ്ങനെ ഒരു വായന അനുഭവത്തിലൂടെ കടന്നു വന്നിട്ട് ഗുരുദേവന്റെ വേദിയിൽ നടത്തുന്ന ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടി ഇതാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് ടി അജിത അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജെ ഷേർലി, രാജമ്മ കൊയ്ത്തറ, ശ്യാമള എന്നിവർ പ്രസംഗിച്ചു. അമ്പലപ്പുഴയിൽ ദക്ഷ സ്കൂൾ ഓഫ് ആർട്സിന്റെ നേതൃത്വത്തിൽ കുച്ചിപ്പുടിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയ ശില്പശാലയ്ക്ക് സമാപനമായി 3 ദിവസങ്ങളിലായി ശിക്ഷണം എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ദിവസമായിട്ട് ശിക്ഷണം എന്ന പേരിൽ ദക്ഷ സ്കൂൾ ഓഫ് ആർട്സിൽ വെച്ചിട്ട് കുച്ചിപ്പുടി അഭ്യാസശാല നടക്കുകയായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ്. കാരണം ഇപ്പോൾ ഇവർക്ക് 3 ദിവസമായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കുച്ചിപ്പുടിയുടെ ബേസിക്സ് ആണ്. ഡോക്ടർ വേമ്പട്ടി ചിന്നസത്യ മാസ്റ്ററുടെ ശൈലിയിലുള്ള കുച്ചിപ്പുടി ബേസിക്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ശരീരത്തിലേക്ക് വരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവർ പെട്ടെന്ന് തന്നെ എല്ലാവരും ഗ്രാസ്പ് ചെയ്ത് ഇടയ്ക്ക് ക്ഷീണവും അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവർ ആ ഒരു ആവേശത്തിൽ അതെല്ലാം ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള PN പണിക്കർ സ്മാരക സ്കൂളിലാണ് 3 ദിവസങ്ങളായി കുച്ചിപ്പുടി ശില്പശാല സംഘടിപ്പിച്ചത്. കൊട്ടാരക്കര, തൃശൂർ തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആൺകുട്ടികളടക്കം നിരവധി നൃത്ത പ്രേമികളാണ് ഇതിൽ പങ്കാളികളായത്. കുച്ചിപ്പുടിയെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കാൻ കുട്ടികൾക്ക് ഈ ശില്പശാലയിലൂടെ കഴിഞ്ഞതായി ഡോക്ടർ രചന നാരായണൻകുട്ടി പറഞ്ഞു. മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്നും രചന പറഞ്ഞു. ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി. ഇത്തരത്തിലൊരു വർക്ക്ഷോപ്പ് ചെയ്യുന്നതിലൂടെ അവരുടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾക്ക് കുച്ചിപ്പുടിയെ കുറിച്ച് കൂടുതൽ അറിയാനും ഗഹനമായി പഠിക്കാനുമുള്ള ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അത് കോസ്റ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കേരള മാരിനേഴ്സ് സൊസൈറ്റിയുടെ സാമ്പത്തിക സഹായത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. Wherever it is possible, I have seen Jackson contributing immensely for the fishermen, their well-being, and for their society. It is highly praisable. So I request everyone, nalla or kaithattu for Jackson, Anthony, and Duncan. Because these people are very important for important events like this. See, society is developing much. India is progressing well. We are progressing much better in the field of science, education, economy, and prospering day after day. But what is happening is some children do not get facilitated, do not get the requisite facility, and they lie back. But കോസ്റ്റ് ഗാർഡ് കമാൻഡർ DIG N രവി ഉദ്ഘാടനം ചെയ്തു. ജാക്സൺ പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു. മാരിനേഴ്സ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് ഡോക്ടർ AK സൈമൺ പഠനോപകരണം വിതരണം ചെയ്തു. സെക്രട്ടറി ബെന്നി കൊല്ലശ്ശേനി, രാജു ആശ്രയം, സർദാർ കണ്ടത്തിൽ, നവീൻ ജെയിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കലാപരിപാടികൾ സംഘടിപ്പിച്ചു. SNDP യോഗം അരൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ എഴുപുന്ന തെക്ക് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ ഹോമമന്ത്ര മഹായജ്ഞം നടക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ഹോമമന്ത്ര മഹായജ്ഞത്തോടനുബന്ധിച്ച് നടന്ന വിഗ്രഹ ഘോഷയാത്രയ്ക്ക് പറയക്കാട് നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്ര സന്നിധിയിൽ ഗംഭീര സ്വീകരണം നൽകി. ദേവസ്വം പ്രസിഡന്റ് തിരുമല വാസുദേവൻ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
മേൽശാന്തി സിജി ശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മുടെ നാടിന് എന്നും അഭിമാനിക്കാവുന്ന അത്ര വിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ നാട്ടിൽ നടത്തപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ആര്യമത സംസ്കാരാധിപന്മാർ വന്ന് വൈദിക മഠത്തിലെ ഹോമം നടത്തുന്ന വേളയിൽ നമ്മൾക്ക് ഹോമിക്കുവാൻ ഒരു മന്ത്രം ആവശ്യമാണ് എന്ന് ഗുരുദേവന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗുരുദേവൻ അഗ്നിയെ പ്രകീർത്തിച്ചുകൊണ്ട്, അഗ്നിയെ ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് മഹത്തായിട്ടുള്ള ഹോമമന്ത്രം ജപിക്കുകയാണ് ഉണ്ടായത്. അത് ഇന്ന് മാനവരാശിയുടെ സംസ്കാരത്തിൽ മൂല്യാധിഷ്ഠിതമായ ചിന്തകൾക്ക് പ്രേരണകൾ നൽകുന്ന ഒരു മഹത്തായ മന്ത്രമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. സെക്രട്ടറി NP പ്രകാശൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. T അനിയപ്പൻ, ബാലേഷ്, അജയൻ എന്നിവർ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 25 വരെ PS കവലയിലുള്ള 529 നമ്പർ SNDP ശാഖായോഗം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രാങ്കണത്തിലാണ് ഹോമമന്ത്ര മഹായജ്ഞം നടക്കുന്നത്. അരൂർ മേഖല കമ്മിറ്റിയുടെ ബഹുമാന്യരായ ഭാരവാഹികൾ, നമ്മുടെ നാട്ടിൽ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇദംപ്രദമായി നടക്കുന്ന ഒരു മഹായജ്ഞമാണ് ഇവിടെ അരൂർ മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹോമമന്ത്ര മഹായജ്ഞം അവിടെ ശ്രീനാരായണ സൂക്തങ്ങൾ ഉൾപ്പെടെ 2025-2026 അധ്യയന വർഷത്തെ +1 സ്പോർട്സ് കോട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് 24 മുതൽ തുടങ്ങും. 2023 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സ് കോട്ടയിൽ പരിഗണിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സ് കോട്ടയിൽ പരിഗണിക്കുക. വിദ്യാർത്ഥികൾ സ്പോർട്സ് അച്ചീവ്മെന്റ് പ്രിന്റ് ഔട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം വെരിഫിക്കേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെയ് 24 മുതൽ 28 വൈകുന്നേരം 5 മണി വരെ നേരിട്ട് എത്തേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി സ്കോർ കാർഡ് നേരിട്ട് നൽകുന്നതാണ്. സ്കോർ കാർഡ് ലഭിച്ച ശേഷം വീണ്ടും HSCAP ഗേറ്റ്വേ എന്ന സൈറ്റിലൂടെ സ്പോർട്സ് കോട്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ മെയ് 29 മുൻപായി നൽകേണ്ടതാണ്. സ്പോർട്സ് പ്രവേശനത്തിന് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ സീരിയൽ നമ്പർ, ഇഷ്യൂ ചെയ്ത തീയതി, ഇഷ്യൂയിങ് അതോറിറ്റി എന്നിവ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതാത് അതോറിറ്റിക്കും അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കുമോ ആയിരിക്കുമെന്നുള്ള സത്യവാങ്മൂലം ഇതോടൊപ്പം നൽകേണ്ടതാണ്. ചരമവാർത്ത. ചേർത്തല നഗരസഭ 1-ാം വാർഡിൽ വേളൂർ വട്ടത്ത് റാണി നിലയത്തിൽ T സന്തോഷ് കുമാർ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. ജൂൺ 2 രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 5000-ഓളം പേർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായ റിപ്പോർട്ടുകൾ. ആലപ്പുഴ ജില്ലയിലും കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ജാഗ്രത മതി, ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ്. മഴക്കാല മുന്നൊരുക്കം. വിദ്യാലയങ്ങളുടെയും സ്കൂൾ ബസ്സുകളുടെയും ഫിറ്റ്നസ് മെയ് 28 മുമ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കക്കാഴം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.